തിരുവനന്തപുരം കോർപ്പറേഷന് വളരെ വൃത്തിയായി കിടക്കുന്നു എന്നൊരാളുടെ അഭിപ്രായം കേട്ടിട്ടാണ് ഞങ്ങൾ തിരിഞ്ഞു നിന്നത്. അവർ പരസ്പരം സംസാരിക്കുകയായിരുന്നു. എന്തൊരു വൃത്തിയായിട്ട് അവിടെയൊക്കെ കിടക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഒന്ന് തിരിഞ്ഞു നിന്ന് അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങിയത്. എന്താ ചേട്ടാ പേര്? എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? ഞങ്ങളുടെ സ്ഥലം കുറുപ്പന്തറ മാഞ്ഞൂർ പഞ്ചായത്താണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നല്ല നീറ്റായിട്ട് ക്ലിയറായിട്ടൊക്കെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് ഹരിതകർമ്മസേനക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവർ രസീതുമായിട്ട് പൈസ വാങ്ങാനായിട്ടാണ് പ്രാധാന്യം. അല്ലാതെ അവിടെ ഒരു മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇറക്കിക്കൊണ്ട് അവിടെ ക്ലിയർ ചെയ്യാന്നുള്ളതല്ല. ഇതൊന്നുമല്ല, ഞങ്ങളുടെ അവിടുത്തെ ഹെൽത്ത് സെൻ്ററിൻ്റെ ആ പരിസരത്ത് വരെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കിടപ്പുണ്ട്. അതുപോലെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ മിക്കവാറും റോഡ് സൈഡിലൊക്കെ ധാരാളം കിടപ്പുണ്ട്. ഇവർക്ക് ഇത് മുഴുവൻ ക്ലീൻ ചെയ്തോ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഇറക്കിക്കൊണ്ട് പോയി മാറ്റണം എന്നുള്ള അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾക്ക് പൈസ വേണം. അവരുടെ ശമ്പളം നമ്മളേതാണ്ടും പെരയ്ക്ക് അടയ്ക്കുന്ന കരുത്തെ കഴിഞ്ഞും കൂടുതൽ ഇപ്പം മാസം കൊടുക്കേണ്ട രീതിയിലേക്കാണ്. എന്നിട്ട് വൃത്തിയാകുന്നുമില്ല. നിങ്ങളിത് പരാതിപ്പെട്ടില്ലേ? അവിടെ പരാതിപ്പെട്ടിങ്ങനെ പരസ്പരം പറയുന്നു. ഇപ്പം ആര് പറയാൻ, ആര് കേൾക്കാൻ? ആരാ ഭരിക്കുന്ന കോർപ്പറേഷൻ? അത് ഇപ്പൊ UDF പഞ്ചായത്ത്. അവിടെ ഇങ്ങനെ പറഞ്ഞ് എല്ലാരും ചിരിച്ച് തള്ളുന്നല്ലാതെ ഇതിനകത്ത് ആരും ചെയ്യുന്നില്ല. മെമ്പർമാരെ പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇന്നടുത്ത് ഇന്ന പോലെ വേസ്റ്റ് കൂട്ടുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് പറഞ്ഞപ്പോൾ സെക്രട്ടറി അത് മുഴുവൻ വാരിച്ച് കളഞ്ഞ. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ തന്നെ കൂട്ടുന്നുണ്ട്. ആ കൂട്ടിയിട്ട് അവരോട് മെമ്പറോട് പറഞ്ഞു, മെമ്പറെ ഇന്ന പോലെയാണല്ലോ, വഴി നിറയെ ഇതാണല്ലോ. എന്നിട്ട് ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ട്. ഹരിതകർമ്മസേന എത്ര രൂപ അവിടെ വാങ്ങിക്കുന്നത്? 50 രൂപ. അവിടെ നിങ്ങൾക്ക് ഓരോ ദിവസം ഇപ്പൊ പ്ലാസ്റ്റിക് എടുക്കുന്നതിന് ഒരു ദിവസം ഗ്ലാസ് ചില്ല് ഗ്ലാസ് ഒരു മാസത്തെ ഇങ്ങ് വരും വീട്ടിലോട്ട്. ഏതാണ്ട് കറണ്ട് ബില്ല് അല്ലെങ്കിൽ നമ്മൾ അവിടെ ടാക്സ് അടയ്ക്കാൻ പോകുന്ന പോലെ ഇവർ ബില്ലുമായിട്ട് വന്ന് അതിനാ വരുന്നത്. അല്ലാതെ ഈ സാധനം ഉണ്ടോന്നോ ചോദിക്കുക, അതൊന്നുമല്ല. പിന്നെ നമ്മൾ കൊടുത്താൽ അവർ വാങ്ങും. വീടിൻ്റെ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് എൻ്റെ വീട്ടിലാണ് ഈ കഴിഞ്ഞ മാസം വന്നിട്ട് 2-3 ചെളി പറ്റിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിനകത്തെല്ലാം ഇറക്കിയിട്ടിട്ട് അവർ പോയി. ഇങ്ങനെയൊക്കെ സംഭവം നമുക്ക് ഇതൊക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇവർ അവരവരുടെ ഡ്യൂട്ടി ചെയ്യാന്നുള്ള ഒരു ആ കൃത്യനിർവഹണത്തിൽ അതിനകത്തൊരു ആത്മാർത്ഥത കാണിക്കുന്നില്ല. അവർക്ക് പൈസ മതി. ഹരിതകർമ്മസേനയെ നമ്മൾ ഒന്നുകൂടി ബോധവൽക്കരിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കാനാണ് ഇവരുടെ ഈ ഒരു വിഷയം നമ്മുടെ മുന്നിലേക്ക് നൽകുന്ന ചോദ്യം. ഹരിതകർമ്മസേന ഓരോ ജില്ലകളിലും ഓരോ രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഞാനൊക്കെ താമസിക്കുന്നിടത്താണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇന്നതെടുക്കില്ല എന്നൊക്കെ അവർ കൃത്യമായിട്ട് മുഖത്ത് നോക്കി പറയാറുണ്ട്. പക്ഷെ വേറെ ചിലയിടങ്ങളിൽ അതൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാം അവർ മിണ്ടാതെ എടുത്തുകൊണ്ട് പോകും. ഇവിടെ ഇപ്പോൾ ഇവരും പറഞ്ഞത് അവരുടെ വീട്ടിൽ ചെളി ആയ സാധനങ്ങളാണെന്ന് പറഞ്ഞ് എടുത്ത് വലിച്ചു വാരിയിട്ടുണ്ട്. അവരുടെ ഇഷ്ടം പോലെ തോന്നും പോലെയാണ് നടക്കുന്നത്. പക്ഷേ രസീത് കൊടുക്കുന്നതിനും പൈസ വാങ്ങിക്കുന്നതിനും യാതൊരു കുറവുമില്ല. അതുകൊണ്ട് ഹരിതകർമ്മസേനയെ ഒന്നുകൂടി ബോധവൽക്കരിക്കേണ്ടതുണ്ടോ എന്ന് നമ്മുടെ ഭരണകൂടം മുഴുവൻ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. ഹരിതകർമ്മസേന തന്നെയായിരിക്കും നമ്മുടെ ഓരോ നാടിൻ്റെയും കരുത്ത് എന്ന് പറയുന്നത്. കാര്യം വൃത്തി എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമായ സംഗതിയാണ്. അപ്പോൾ ഭരണകൂടം അതൊന്ന് ചിന്തിക്കട്ടെ.